Page number 16. Page number 16. 7th question. 7th question. Determine the integer whose product with -1 is first one -40, second one 46, third one 0. You have to find out the integer. Which integer? That integer into -1. Have the answer. First one -40, second one 46, third one 0. -40 product ആയിട്ട് വരുന്ന രണ്ട് integers കണ്ടുപിടിക്കണം. അല്ല രണ്ട് integers ഉണ്ട്. അതിൽ ഒന്ന് -1 ആണെങ്കിൽ മറ്റേത് ഏതായിരിക്കും? 46 ആൻസർ ആയിട്ട് വരുന്ന 46 പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് ഇന്റിജേഴ്സിൽ ഒന്ന് -1 ആണെങ്കിൽ നെക്സ്റ്റ് ഏതായിരിക്കും? അതുപോലെ 0 പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിൽ ഒന്ന് -1 ആണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? ആ ഇന്റിജർ ആണ് കണ്ടുപിടിക്കേണ്ടത്. Can you find out? Just try. ഒന്ന് try ചെയ്ത് നോക്കിയേ. Write the question in your notebook and find out the answer. Seventh question kando? Page number 16. Yes. Adil endha question? Determine the integer whose product with -1 is 0. Sorry, -40, -46, 0. രണ്ട് products, രണ്ട് ഇന്റിജറിന്റെ product -40 ആണെങ്കിൽ ഒന്ന് -1 ഉം മറ്റേത് ഏതാ? ആ നെക്സ്റ്റ് ഇന്റിജർ ആണ് കണ്ടുപിടിക്കേണ്ടത്. Suppose a into -1 is equal to -40. Then find out the value of a. And മെറിക്ക് മനസ്സിലായില്ല തോന്നുന്നു. ഇല്ല? ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് determine the integer whose product with -1 is first one -40. രണ്ട് ഇന്റിജേഴ്സിന്റെ പ്രൊഡക്റ്റ് -40 എന്ന് വിചാരിക്കാം. ആ രണ്ട് ഇന്റിജേഴ്സിൽ ഒന്ന് -1, അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, ഒന്ന് -1. Then determine the value of other. ഇവിടെ ഏത് പ്രോപ്പർട്ടിയാ യൂസ് ചെയ്യുന്നത്? Which property used here? The last property, multiplication of an integer by -1. What is that property? The product of any integer with -1 will be always the inverse, additive inverse of that integer. ഒരു ഇന്റിജറും -1 എടുത്ത് അതിന്റെ പ്രൊഡക്റ്റ് എടുത്താല് എപ്പോഴും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. That property used here. ഒരു ഇന്റിജറിന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് -40 ആണെങ്കിൽ ഏതായിരിക്കും ആ ഇന്റിജർ? അതുപോലെ ഒരു ഇന്റിജറിന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് 46 ആണെങ്കിൽ ഏതായിരിക്കും ആ ഇന്റിജർ? രണ്ട് ഇന്റിജേഴ്സിന്റെ ഒന്ന് -1 ഉം വേറൊരു ഇന്റിജറും കൂടി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണെങ്കിൽ ഏതായിരിക്കും ഇന്റിജർ? മനസ്സിലായോ? ഇല്ല? മനസ്സിലായില്ല? ഇല്ല മിസ്, ഇല്ല. ഇല്ല. ഓക്കെ, വെയിറ്റ്. In your question, you have to find out the value of an integer. Which integer? The product of that integer and -1. Miss. കേൾക്കുന്നില്ലേ?
മിസ് നേരത്തെ സ്ക്രീൻ ഷെയറിംഗ് മിസ് നേരത്തെ സ്ക്രീൻ ഇല്ലായിരുന്നു. വന്നില്ലായിരുന്നു. എന്താ മിസ് നേരത്തെ സ്ക്രീൻ വന്നില്ലായിരുന്നു. ഇപ്പഴാ സ്ക്രീൻ വന്നത്. സ്ക്രീൻ ഷെയറിംഗ് തന്നെ കാണിച്ചേ ഉള്ളൂ. ഇപ്പൊ ഓപ്പൺ ആയതേ ഉള്ളൂ. ശരി. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? എന്താ ഒരു ഇന്റിജറിന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അവിടെ മൂന്ന് ഇന്റിജേഴ്സ് തന്നിട്ടുണ്ട്. -40, 46, 0. ഒരു ഇന്റിജറിന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് -40 ആണെങ്കിൽ ഏതായിരിക്കും ആ ഇന്റിജർ? സപ്പോസ് വി ക്യാൻ ടേക്ക് ദ അൺനോൺ ഇന്റിജർ ആസ് x. Sorry, a. The unknown integer as a, and a into -1. a into -1. ഏതാ ഫസ്റ്റ് ആൻസർ നമുക്ക് തന്നത്? ഏതാ ഫസ്റ്റ് വൺ? -40. a into -1 -40 ആണെങ്കിൽ what is the value of a? You have to find out the value of a. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഏതാ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? Property of multiplication. Which property used here? Multiplication of an integer by -1. That is 8th property. That property says that the product of any integer other than 0. 0 അല്ലാതെ ഏതൊരു ഇന്റിജറിനെയും the product of any integer and -1 is the additive inverse of that integer. ഏതൊരു നോൺ സീറോ നമ്പറിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഇന്റിജറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടും. ഇവിടെ a-ന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? -40 ആണ് തന്നിട്ടുണ്ട്, ആണല്ലോ. അപ്പൊ a-യുടെ additive inverse ആണ് -40, right? -40 is the additive inverse of a as per the property of multiplication. Okay, then the value of a will be additive inverse of -40. -40 ന്റെ additive inverse ആയിരിക്കും a എന്ന് പറയുന്നത്. a ന്റെ additive inverse ആണ് -40. So a will be the additive inverse of -40. Then the answer will be, what is the additive inverse of -40? 40. That is the answer. 40 is the answer. Miss, that 40 into -1 is equal to -40. That like, okay. അതന്നെ 40 into. അപ്പൊ മിസ് വണ്ണും കൊണ്ട് മിസ് അപ്പൊ -1 കൊണ്ട് എത്ര നോക്കിയാലോ അതേ നമ്പർ തന്നെ കിട്ടും അല്ലേ? അതേ നമ്പർ അല്ലടാ, അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സാ കിട്ടുന്നത്. ഓക്കെ മിസ്, ഇപ്പൊ +40 ആണെങ്കിലോ? അപ്പൊ അതിന്റെ ഇവിടെ ഇപ്പോ ആൻസറിന്റെ +40 ആണെങ്കിൽ എന്റെ വാല്യൂ -40 ആയിരിക്കും. അങ്ങനെയല്ല, അതന്നെ. അതായത് അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും -1 കൂട്ടണോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? നമ്മളെ ഏതൊരു ഇന്റിജറിനെയും ഏതോ ഒരു ഇന്റിജറിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഈ 3 എണ്ണം കൊടുത്തിട്ടുള്ളത്. ഒന്ന് -40, പിന്നെ ഒന്ന് 46, ഒന്ന് 0. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഏത് ഇന്റിജറിനെയാണ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ആൻസേഴ്സ് കിട്ടുന്നതെന്നാ കണ്ടുപിടിക്കണ്ടേ? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ -40 ആണ്. ഏതോ ഒരു ഇന്റിജറിനെ
-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get the answer -40. അപ്പൊ മിസ് ഇപ്പൊ ഇവിടെ 46 കൊടുത്തിട്ടില്ലേ? അതാവുമ്പോ അപ്പൊ ഇതിന്റെ ആൻസർ 46. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ നിന്ന് വന്നെന്നുള്ളത് അപ്പൊ അത് -46 ആവും. ഏതോ ഒരു ഇന്റിജറിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 46 ആൻസർ കിട്ടി. അപ്പൊ അത് ഏത് ഇന്റിജർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആ ഇന്റിജർ ആണോ അതിന്റെ കൂടെ -46 ആവുന്നത്? എടാ അങ്ങനെയല്ല ആൻമരിയ, നമ്മളിപ്പോ അല്ല മിസ്, ഇപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ആൻസർ -40. അപ്പൊ അതിന്റെ ഇന്റിജർ 40. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനില് +46 ആണല്ലോ. അപ്പം മറ്റേ ഇന്റിജർ -46 ആണോ? -46. അതെങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാല് നമ്മൾ ഏത് ഇന്റിജറിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആ കിട്ടുന്നത്. അതായത് ആ ഇന്റിജറിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ നെഗറ്റീവ് സൈൻ ഇട്ടാലുള്ള ഇന്റിജർ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ പോസിറ്റീവ് ഇൻറ്റു -1 എപ്പോഴും മൈനസ് ആയിരിക്കും ആൻസർ. പിന്നെ നെഗറ്റീവ് ഇൻറ്റു -1 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അതിന്റെ ആൻസർ. ആണല്ലോ, മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ അങ്ങനെയല്ലേ? അപ്പൊ ഇവിടെ ആൻസർ 46 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഏതൊക്കെ ഇന്റിജേഴ്സ് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്തത്? -1ന്റെ കൂടെ ഏതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യാ? 46 ആണെങ്കിലോ? എന്താ മോളെ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ? അപ്പൊ 46 എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഏതോ ഒരു ഇന്റിജറിനെ നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാല് 46 ആൻസറിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഏതാ? 46ന്റെ നേരെ ഇൻവേഴ്സ് -46. അപ്പൊ -46ഉം -1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 46 കിട്ടുന്നത്. മനസ്സിലായോ? ദിയക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആഷിഖിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ എത്ര? -46. തേർഡ് വണ്ണിന്റെയോ? 0. ഏത് ഇന്റിജറിനെ ആയിരിക്കും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടുന്നേ? -0യോ? അത് എവിടെ നിന്ന് കിട്ടി? ഏതൊരു ഇന്റിജറിനെയും ഏതൊരു നമ്പറിനെയും ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ 0 കിട്ടും? -1 ആണോ? അപ്പൊ 5 × -1 0 ആണോ? 0. ഏത് നമ്പറിനെയും, ഏത് നമ്പർ ആയിക്കോട്ടെ, ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഏത് നമ്പർ ആയിക്കോട്ടെ, ഇന്റിജർ ആയിക്കോട്ടെ, ഏത് നമ്പറിനെയും നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആൻസർ 0 കിട്ടുന്നത്. ഒരുപാട് നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചോ. കുറേ നമ്പേഴ്സ്, 8 ഡിജിറ്റ് നമ്പേഴ്സ്, 4 ഡിജിറ്റ് നമ്പേഴ്സ്, 7 ഡിജിറ്റ് നമ്പേഴ്സ്, കുറേ നമ്പേഴ്സ് ഉണ്ട്. ബട്ട് അതിനിടയ്ക്ക് ഒരു 0 വന്നാല് ആൻസർ ഫുൾ 0 ആയിട്ട് മാറും. മനസ്സിലായോ? എത്ര വലിയ നമ്പറിനെയും എത്ര ചെറിയ നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get the answer 0. So here the question, find out the value of the integer whose product with -1 is 0. ഒരു ഇന്റിജറിന്റെയും -1ന്റെയും പ്രൊഡക്റ്റ് 0 ആണെന്ന് പറയുമ്പോ ആ അൺനോൺ ഇന്റിജർ ഏതായിരിക്കും? 0. Okay, then take the next question. Next question, 8th one. Fill in the blanks and name the property used. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനൊരു കാര്യം പറയട്ടെ. ലിസൺ ഹിയർ. നിങ്ങൾക്ക് എന്തുകൊണ്ടായി മൾട്ടിപ്ലിക്കേഷൻ കൺഫ്യൂഷൻ വരുന്നതെന്ന് അറിയോ? ആ 8 പ്രോപ്പർട്ടി ഇല്ലേ മൾട്ടിപ്ലിക്കേഷന്റെ, അത് തറവായിട്ട് പഠിക്കാത്തോണ്ടാ. പഠിച്ചിട്ടില്ലല്ലോ? പഠിച്ചോ?
ആഷിക്ക് പഠിച്ച മോനെ? ആരും പഠിച്ചിട്ടില്ല. ആ പ്രോപ്പർട്ടി പഠിക്കാതെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്തും നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആ പ്രോപ്പർട്ടി ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ബൈ ഹാർട്ട് ആയിട്ട് വേർഡ് ബൈ വേർഡ് പഠിച്ചിട്ടില്ലെങ്കിലും അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇൻഡിജേഴ്സിന്റെ ശരിക്ക് ചെയ്യാൻ പറ്റൂ. ഈ മൾട്ടിപ്ലിക്കേഷൻ തരായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഡിവിഷൻ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഡിവിഷൻ ഫുള്ള് കൺഫ്യൂഷൻ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അഡീഷൻ സബ്ട്രാക്ഷൻ ഓക്കെ, അത് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ശരിക്കും പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ മാത്രമല്ല വലിയ ക്ലാസ്സിലായാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഡിവിഷന്റെ സമയത്തും ബാക്കി എന്ത് ചെയ്യുന്ന സമയത്തും. So study the properties very well. There are 8 properties. Okay? ഇന്ന് തന്നെ ആ 8 പ്രോപ്പർട്ടിയും ശരിക്കും പഠിക്കാം. പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്പർ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്. ആ പ്രോപ്പർട്ടി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തറവായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Apo, next question, 8th one, fill in the blanks and name the property used. You are given 6 questions there. You have to fill the blanks and name the property used. Avade answer kandupidichittu avade edu property ah use cheyidenu ezhuduva. Text thanne ezhudhiya madi. First one enda minus 7 into minus 1 is equal to dash into minus 7. എന്താ ഡാഷിന്റെ അടുത്ത് എന്തായിരിക്കും വരുന്നത്? 7 ആണോ? എല്ലാരും minus 1. ആൻഡ് മരിയ പറഞ്ഞു minus 1. ഷോൺ പറഞ്ഞു 7. Faith, what is your answer? minus 1. Dia, what about you? minus 1. Minus 1. Sean, it is minus 1. What is the property used here? Community. Enda? Commutative. And the property? Community. Yes, it is commutative property. Spelling 10 തവണ എഴുതിക്കും ഞാൻ കമ്മ്യൂട്ടേറ്റീവിന്റെ. അഡീഷൻ തൊട്ട് പറഞ്ഞത് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Okay, what is the property? Commutative property. It says that there is no order for multiplication. We can multiply two integers in any order. So here the product of minus 1 and minus 7 is equal to minus 7 and minus 1. Two integers നമുക്ക് എങ്ങനെ എഴുതിയാലും product same ആയിരിക്കും. So first one answer is minus 1. Name the property commutative property. എന്താ ഫൈദ കമ്മ്യൂട്ടേറ്റീവിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ? COMMUNTIVE. എന്തോ ഒന്നുകൂടി പറ. COMMUTAVIE. COMMUTATIVE. ശരിയല്ലേ? ഒരു ഈന്റെ കുറവല്ലേ മിസ്സുള്ളൂ? ഒരു ടീന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. Okay, write down the commutative property, first one. Then second one, minus 5 into 3 into 4 is equal to 3 into 4 into dash. ആ ഡാഷിന്റെ അടുത്ത് എന്ത് വരും? എന്ത് വരും? -5 -4 -4
-4 ഒരാൾക്ക് ഒരു ആൻസറേ പറയാൻ പറ്റും. And -5 miss. -5. ആൻഡ് മരിയ -5. -5. Sean -4. -4. And Miss ഏത് പ്രോപ്പർട്ടി ആണെന്നാണോ എഴുതേണ്ടത്, നമ്പർ ആണോ എഴുതേണ്ടത്? പ്രോപ്പർട്ടി ഏതാന്ന് എഴുതണം. ഏതാ ദിയ? സെക്കൻഡ് വൺ. -4. -5. -4. ആഷിഖ് -40. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട, നിങ്ങൾ എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഇരുന്നോ. നമ്മൾ അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, സെക്കൻഡ് വൺ, ദ ആൻസർ ഇസ് -5. എന്താ നോക്കി, ഏതാ പ്രോപ്പർട്ടി അവിടെ? വിച്ച് പ്രോപ്പർട്ടി? First, -5 into 3 is 1 group and it is multiplied by 4. It is equal to 3 into 4 is 1 group and it is multiplied by -5. Then which property used here? എല്ലാരും എന്ത് സത്യസന്ധരാ നോക്കിയേ, കയ്യില് ടെക്സ്റ്റും വെച്ചിട്ട് ആൻസർ അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ? No. Don't know. It is associative property. Yes, associative property. എന്തുകൊണ്ട് associative property? എന്താ associative property? 3 or more integers can be grouped in any order to find out their product. മൂന്നോ അതിലധികമോ ഇന്റിജേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. എന്തിന്? ടു ഫൈൻഡ് ഔട്ട് ദെയർ പ്രൊഡക്റ്റ്. ഹിയർ in LHS we grouped -5 and 3, but in RHS we grouped 3 and 4. But the answer will be same in both sides. Okay, then look at the next question, third one. -4 into bracket another 7 plus -1 is equal to -4 into 7 plus -11 into dash. And then go dash. -4. Miss -4. -4. 4. -4. Sean? -4. -4. Okay, which property used here? അതറിയില്ല. Distributive. പ്രോപ്പർട്ടി ഏതാന്ന് അറിയില്ല. Yes, distributive. എന്താ? Distributive property. Distributive അതെന്താടാ? അല്ലേ, distributive property. അത്രേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് മാത്രമേ ഉള്ളൂ. Of multiplication. പിന്നെ ബാക്കി കൊണ്ട് പോരട്ടെ. ബാക്കിയോ? Of integers or over addition. ഇപ്പോഴാണ് ഷോന് ടെക്സ്റ്റ് ഉള്ളതിന്റെ കാര്യം പിടികിട്ടിയത്. Distributive property of multiplication of integers over addition. നമ്മൾ ഒരു ഇന്റിജറിനെ രണ്ട് ഇന്റിജേഴ്സിന്റെ സമ്മിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യും. That property. Okay, then what is the next question? -2930 into 0 is equal to 0. Which property? Miss 0 ക്ക് property ഉണ്ടോ?
സീറോയ്ക്ക് പ്രോപ്പർട്ടി ഉണ്ടോന്നോ? എന്തൊക്കെയാലും ടെക്സ്റ്റ് ഇല്ലേ? ഒന്ന് മറിച്ച് നോക്കിയേ, എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? പേജ് നമ്പർ 12 ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് സീറോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ലാസ്റ്റ് പേജ് നമ്പർ 12 ഏറ്റവും അടിയിൽ നോക്കിയ പ്രോപ്പർട്ടി ഓഫ് സീറോ. The product of any integer and zero is zero. Miss property of zero for multiplication. Then property of zero. Then next one, fifth question. Minus 1897 into 1 by minus 1897 is equal to 1. Sean? 1. Okay, answer is correct, 1. Then what is the property? Which property? അത് മാത്രം ചോദിക്കരുത്, ആൻസർ ചോദിച്ചോ അല്ലേ? Miss Extents of multiplicative identity. എടാ മുന്നിൽ കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇത് വായിക്കാൻ കിട്ടുന്നില്ലേ? 7ാം ക്ലാസ്സിൽ എത്തില്ലേ? നാളുണ്ടോ പറയാൻ? Extents of multiplicative inverse. Existence of multiplicative inverse. Existence of multiplicative. Existence of multiplicative inverse. എന്താ ആ പ്രോപ്പർട്ടി എന്താ പറയുന്നേ? The product of any integer and its reciprocal will be always 1. ഒരു ഇന്റിജറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. Okay, then last question. Minus 75 into dash is equal to minus 75. 1. Property. Miss extents of multiplicative. Existence of multiplicative inverse. Inverse of identity. Identity. ഒരു കാര്യം ചെയ്, നിങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ ഒക്കെ പേരുണ്ടല്ലോ ഒരു 10 തവണ എഴുതി പഠിക്കും. ടെക്സ്റ്റ് നോക്കി വായിക്കാൻ കൂടി കിട്ടുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ പഠിക്കുന്നേ? കഷ്ടമുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് 8 പ്രോപ്പർട്ടി തരമായിട്ട് പഠിക്കണേ. പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ? ഹോംവർക്ക് ഞാൻ തരുന്നതേ ഉള്ളൂ, നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തായിരുന്നു ഇന്നലത്തെ ഹോംവർക്ക്. ചെയ്തായിരുന്നു. ഞാൻ ചെയ്യും മിസ്. ആര്? ഷോൺ. ഇന്ന് എന്തായാലും എനിക്ക് ആൻസർ കിട്ടണേ. മിസ്. അത് കിട്ടും മിസ്. തെറ്റാണോന്ന് അറിയില്ല. തെറ്റായാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. 10th question ഹോംവർക്ക് ആയിട്ട് ചെയ്തോ മിസ്? 10th question 10th one page number 16. What is greater? Simple means greater. Which is greater? Miss very simple. ചെയ്തോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. No miss, very simple. Okay. അതെ, അതിൽ ഏതാ വലുതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. അയ്യോ മിസ്, ഒരു കുഴപ്പമുണ്ട്. ഇതിന്റെ അത് 2 ഈക്വൽ ആണല്ലോ, എല്ലാം ഈക്വൽ ആയിട്ട് അത് ചെയ്ത് നോക്കുമ്പോ മനസ്സിലാവും, ചിലപ്പോ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചെയ്ത് നോക്ക്. ഓക്കെ മിസ്. ഓക്കെ, ആൻസറിന് വ്യത്യാസം ഉണ്ടാവും. എങ്ങനെ മിസ്? ബ്രാക്കറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ?
എന്നാലും നമുക്ക് നോക്കാം എന്തെങ്കിലും വ്യത്യാസം വരുമോ നോക്കാം. Okay. നോക്കാം. 5 ചെയ്ത് നോക്ക്. plus 7 into 10. 5 plus 7 into 10. Okay, homework ആയിട്ട് ചെയ്താൽ മതി. Okay, miss. Okay, let's wind up the class. Let's see in the next class. Bye. Yes. Okay, Miss. Bye.